ഡാൻസ് ഓഫിന്റെ പരിശോധനയ്ക്കിടെ എന്തിന് ഹോട്ടലിൽ നിന്നിറങ്ങിയോടിയെന്ന ചോദ്യത്തിന് വിചിത്രമായ ഉത്തരമാണ് ഷൈൻ ടോം ചാക്കോ തയ്യാറാക്കി കൊണ്ടുവന്നത്. ഡോർ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് ഗുണ്ടകളെ കണ്ടു. അവരെ പേടിച്ചാണ് ഓടിയത്. ശത്രുക്കളുണ്ട്, ഗുണ്ടകൾ അപായപ്പെടുത്താൻ വന്നതാണെന്ന് കരുതി. ഇങ്ങനെ പോയി ന്യായീകരണം. എന്നാൽ നടന്റെ വാട്സാപ്പ് ചാറ്റുകളും ഗൂഗിൾ പേ ഇടപാടുകളും അടക്കം നിരത്തിയപ്പോൾ ഷൈന് ഉത്തരമുട്ടി. മൊഴികളിലെ വൈരുദ്ധ്യം അവിടെ തുടങ്ങി. പിന്നെയങ്ങോട്ട് പിടിച്ചു നിൽക്കാനാകാതെ ഏറ്റുപറച്ചിൽ. ഡാൻസ് ഓഫ് റൈഡിന്റെ അതേ ദിവസം പോലും സജീറുമായി നടത്തിയ ഇടപാടുകളുടെ തെളിവുകൾ കൂടി വന്നതോടെ സജീറുമായുള്ള ബന്ധവും തസ്ലീമിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങിയിട്ടുണ്ടെന്നടക്കം സകലതും സമ്മതിച്ചു. തെളിവുകൾ ഡാൻസ് ഓഫിന്റെ കയ്യിൽ കിട്ടാതിരിക്കാനാണ് ഓടിയതെന്ന് ഷൈൻ പോലീസിനെ അറിയിച്ചു. അപ്പോഴും പഴയ പരിഹാസത്തിൽ തന്നെയാണ് ഷൈനിന്റെ സഹോദരൻ. കഴിഞ്ഞില്ലേ റൺ കൊച്ചി റൺ, ഇനി അടുത്ത പോലല്ലേ ഉണ്ടാവുള്ളൂ, ഇനി അടുത്ത പോലല്ലേ. ഷൈൻ ലഹരിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. വിൻസിയുടെ പരാതിയുടെ കാര്യത്തിൽ പക്ഷേ ഷൈൻ കുറ്റമേറ്റിട്ടില്ല. സെറ്റിൽ തനിക്കെതിരെ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതിയെന്ന് മൊഴി. വിൻസിയുടെ ആരോപണങ്ങൾ വീഡിയോ വരും വരെ അറിഞ്ഞിട്ടില്ലെന്ന് സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരും പറയുന്നുണ്ട്. പരാതി സിനിമയുടെ മാർക്കറ്റിംഗിനായി ഉപയോഗിച്ചിട്ടില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. No one in the right mind would use such deep sensitive topic as a marketing strategy. No one. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.